നമ്മുടെ ബേബിയുടെ നൂലുകെട്ട് വ്ളോഗൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ബേബിയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ കുഞ്ഞാവെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ദേ കുഞ്ഞാവയും അവൻ്റെ അമ്മയൊക്കെ റെഡി ആയിട്ട് ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നേ. ഞങ്ങൾ ചെന്ന് അവനെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളൊന്നും വലിയ പരിചയമില്ല അവന്. എന്നാൽ അവനറിയില്ലല്ലോ ഇനി മുതൽ എല്ലാ ദിവസവും അങ്ങോട്ട് സ്ഥിരം കാണാൻ പോകുന്ന മുഖങ്ങളാണ് ഇതൊക്കെ. മാറി മാറി ഓരോരോ ഭാവങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. കരച്ചിൽ, പിന്നെ ചിരി, അങ്ങനെ നമ്മളായിട്ടൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കുറവായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് കഴിച്ച് അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഗൈസ്, ഇതാണ് കൊച്ചിൻ്റെ അപ്പച്ചി. അപ്പം കുഞ്ഞ് എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങണം. പക്ഷേ യാത്ര പറയാൻ അവൻ ഉറക്കമായിരുന്നു കൃത്യം ആ സമയത്ത് തന്നെ. കുഞ്ഞാവയുടെ മുത്തശ്ശിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവൻ ഈ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പം ഞങ്ങളിതേ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ വന്നിട്ടുണ്ട്. 2 മിനിറ്റത്തെ ട്രാവലേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ഗൈസ്, അവിടെ നിന്ന് ഉറങ്ങി വന്ന ചെറുക്കൻ ഇവിടെ എത്തിയപ്പം കറക്റ്റ് കണ്ണ് തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തതേ കുഞ്ഞാവയുടെ അച്ഛൻ്റെ അമ്മ, കുഞ്ഞാവയുടെ അച്ഛമ്മ ദേ കയ്യിൽ വാങ്ങി അവൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറ്റുവാണ്. കുഞ്ഞാവേനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കുഞ്ഞാവയുടെ അമ്മയുടെ വീട്ടുകാരും കുറച്ചുപേര് ഇങ്ങോട്ട് വരാറുണ്ട്. ഒരു ചടങ്ങ് പോലെ. അവന്റെ എക്സ്പ്രഷൻ നോക്കിയാൽ ഞങ്ങളൊന്നും തീരെ പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു അവന്. കുഴപ്പമില്ല, നമുക്കിനി സെറ്റാക്കി എടുക്കാം, നമ്മളല്ലാതെ പിന്നെ ആര്. അപ്പൊ ഈ കൃഷ്ണപ്രിയയുടെ വീട്ടുകാർ, കുഞ്ഞിന്റെ അമ്മയുടെ വീട്ടുകാരെല്ലാവരും തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം കുഞ്ഞാവൻ നമ്മുടെ വീട്ടിലായിരുന്നേ. അപ്പോഴെടുത്ത വീഡിയോ ആണിത്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.